Hi all, welcome to Entry. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ RRB NTPC അതായത് 2026ലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഗ്രാജുവേറ്റ് ലെവൽ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ. അപ്പം ഈ RRB NTPCയിലേക്കുള്ള ഇനി ഒരു 6 മന്ത്സിൽ വരുന്ന റൂട്ട് മാപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. റൂട്ട് മാപ്പ് എന്ന് പറയുമ്പോൾ അറിയാം നമ്മുടെ ആ ഒരു സ്റ്റഡി സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്രാവശ്യം നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൽ വന്നിട്ടുള്ള കട്ട് ഓഫുകൾ എങ്ങനെയൊക്കെയാണ്, നമ്മുടെ എക്സാം പാറ്റേൺ എന്താണ്, എങ്ങനെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് സമയം പാഴാക്കാൻ ഇല്ലാതെയാണ് നമുക്ക് അടുത്തതാ നോട്ടിഫിക്കേഷൻ. ഒരു നോട്ടിഫിക്കേഷൻ വന്നു 2025. അത് കഴിഞ്ഞ് അതിൻ്റെ പരീക്ഷ നടന്ന് ദ വെരി നെക്സ്റ്റ് മൊമെൻ്റ് തന്നെ നമുക്ക് അടുത്ത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് നമുക്ക് എക്സാം ഉണ്ടെന്ന് റെയിൽവേ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോവുക. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിത് വാച്ച് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റഡി സ്ട്രക്ചർ കൊണ്ടുപോകേണ്ടത്. ഇനി ഗ്രാജുവേറ്റ് ലെവലിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല, പ്രിലിംസ് കിട്ടിയില്ല, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മളത് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത് വീണ്ടും നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് നമ്മൾ എന്തൊക്കെ കുറവുകൾ വരുത്തി അതെല്ലാം നമുക്ക് ഇവിടെ മേക്ക് ഓവർ ചെയ്ത് നമുക്ക് ഈ പരീക്ഷയിൽ മുന്നേറാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഇവിടെ നമുക്ക് കഴിഞ്ഞ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ പ്രിലിംസ് റിസൾട്ട് വന്നിട്ടില്ല, Tier 1 വന്നിട്ടില്ല, അതായത് CBT 1 വന്നിട്ടില്ല. നമ്മളിവിടെ ഗ്രാജുവേറ്റിൻ്റെ Tier 1ൻ്റെ 4 സോണുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതും നമ്മുടെ സദേൺ ഏരിയയിൽ വരുന്ന, സദേൺ റെയിൽവേയിൽ വരുന്ന 4 സോണുകൾ. ഇപ്പോൾ നമ്മുടെ സെക്കന്ദരാബാദ്, അതുപോലെ ബാംഗ്ലൂരു, ട്രിവാൻഡ്രം, ചെന്നൈ, ഇത്രയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതല്ലേ. കാരണം നമുക്ക് ഹോം ടൗണിലോട്ടൊക്കെ നമ്മുടെ ഡിവിഷനിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നൊരു ഇപ്പം സെക്കന്ദരാബാദ് ആണെങ്കിലും അതിൻ്റെ ഡിവിഷൻ, ആ ഒരു സോണിൻ്റെ ഡിവിഷൻ അണ്ടറിലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഹോം ടൗണിലൊക്കെ വരാൻ വേണ്ടി നമുക്ക് ഒത്തിരി നാളുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ചെന്നൈയിലേക്ക് ആണെങ്കിൽ ഇങ്ങോട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തോട്ട് കിട്ടാനും അതുപോലെ ഉള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെയിനായിട്ട് വരുന്ന 4 സോണുകൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ സെക്കന്ദരാബാദിലെ കട്ട് ഓഫ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാറ്റഗറി നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പറാണ് ഞാനിവിടെ സൈഡിൽ എഴുതിയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 1 എന്ന് പറഞ്ഞാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ്. കാറ്റഗറി 2 സ്റ്റേഷൻ മാസ്റ്റർ ആണ്. കാറ്റഗറി 3 ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ്. കാറ്റഗറി 4 നമ്മുടെ ജൂനിയർ അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റ് ആണ്. അതുപോലെ കാറ്റഗറി 5 സീനിയർ അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റ് ആണ്. അപ്പോൾ അതാണ് ഈ കാറ്റഗറി വൈസുള്ള നമുക്ക് നമ്മുടെ കട്ട് ഓഫ് തന്നിട്ടുള്ളത്. അതിൽ CCCTSൻ്റെ കട്ട് ഓഫ് നോക്കിക്കേ 79 കട്ട് ഓഫ് വരുന്നത്, കണ്ടോ. അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ വന്നപ്പോൾ 80 വന്നു. ഇത് സെക്കന്ദരാബാദിലെ കാര്യമാണ്, അതും UR കട്ട് ഓഫാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ GTM വന്നപ്പോൾ 70 വന്നു, ജൂനിയർ അക്കൗണ്ട്സ് വന്നപ്പോൾ 73 വന്നു, സീനിയർ അക്കൗണ്ട്സ് വന്നപ്പോൾ 76 വന്നു. അതായത് നമുക്ക് ഏകദേശം 70 to 80 വരെ റേഞ്ച് വരുന്ന രീതിക്കാണ് ആ ഒരു കട്ട് ഓഫും കാര്യങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ. ഇനി SC നോക്കുകയാണെങ്കിലും നമുക്ക് ഈ പറയുന്ന കട്ട് ഓഫ് കാര്യങ്ങൾ നോക്കുക. അതായത് കുറവൊന്നുമില്ല, കണ്ടോ. SCക്കാണെങ്കിൽ 75, STക്കാണെങ്കിൽ 71, OBCക്കാണെങ്കിൽ 79. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ് അല്ലേ. അതുകൊണ്ടാണ് ആ കട്ട് ഓഫിൽ ആ ഒരു വേരിയേഷനും കാര്യങ്ങളും. അതായത് നമ്മുടെ SC STക്ക് പോലും നമുക്ക് ആ URന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഈ പറയുന്ന കട്ട് ഓഫ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കോമ്പറ്റീഷൻ അവിടെ കൂടുതലാണെന്നുള്ള കാര്യം നമ്മളവിടെ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെന്നൈക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് 76 CCTS, അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ 79, 76 വന്നിട്ട് GTM ആണ്, 71 ജൂനിയർ അക്കൗണ്ട്സ്, 70 സീനിയർ അക്കൗണ്ട്സും. അതും മോശമൊന്നുമില്ല, ഏകദേശം 70 to 79 റേഞ്ചിൽ ചെന്നൈക്ക് കട്ട് ഓഫ് കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരു ആണ്. അതിൽ നമുക്ക് സീനിയർ അക്കൗണ്ട്സ് ഇല്ല. CCTS ആണെങ്കിൽ 76, അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ 72, നെക്സ്റ്റ് GTM 67, ജൂനിയർ അക്കൗണ്ട്സ് 68. അതും നോക്കുകയാണെങ്കിൽ ഒരു 68 to 76 വരുന്ന രീതിക്കാണ് അവിടുത്തെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ അതായത് നമ്മളെ CCCTS ഉണ്ടായിരുന്നു, അത് 73, സ്റ്റേഷൻ മാസ്റ്റർ 71, GTM 70,
അതുപോലെ സീനിയർ അക്കൗണ്ട്സേ ഉള്ളൂ, ജൂനിയർ അക്കൗണ്ട്സ് ഇല്ല, അത് 73. അപ്പോൾ നോക്കുമ്പോൾ 70 to 73 വരെ വരുന്ന റേഞ്ചിലാണ് അവിടുത്തെ കട്ട് ഓഫും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെയാണ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ RRB ട്രിവാൻഡ്രം വരുമ്പോൾ ഇവിടെ SCക്ക് 59, ST 55, OBC 71 ആ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കട്ട് ഓഫ് നോക്കുക, നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് കൊണ്ടുപോവേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്കവിടെ കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണ് പാറ്റേൺ? നമ്മുടെ RRB NTPCയുടെ പാറ്റേൺ എന്താണ്? ബോത്ത് അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും ഗ്രാജുവേറ്റ് ആയിരുന്നാലും സെയിം രീതിയിൽ തന്നെയാണ് ആ പാറ്റേൺ വരിക. CBT 1ലും CBT 2ലും സെയിം സബ്ജക്റ്റുകൾ തന്നെയാണ് വരുന്നത്. അവെയർനെസ്, മാത്സ്, റീസണിങ്, അതുപോലെ അവെയർനെസ്, മാത്സ്, റീസണിങ്. ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലും ടോട്ടൽ നമ്പറിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ടോട്ടൽ 90 മിനിറ്റ്സ് ആണ്. 40 ക്വസ്റ്റ്യൻ GA, മാത്സ് 30, റീസണിങ് 30, ടോട്ടൽ മാർക്ക് 100 നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴും CBT 2ൽ അവെയർനെസ് 50, മാത്സ് 35, ഇൻ്റലിജൻസ് 35, ടോട്ടൽ മാർക്ക് 120. ഇതാണ് എക്സാം പാറ്റേൺ. ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ RRB NTPCയുടെ റിയാലിറ്റി നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ സെലക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വേക്കൻസിയുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ നമുക്ക് സെലക്ഷൻ റേറ്റ് അതിൻ്റേതായിട്ടുള്ള ഇൻക്രീസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. കട്ട് ഓഫിൻ്റെ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് സെലക്ഷൻ റേറ്റ് കറക്റ്റായിട്ട് അത് ആ ഒരു രീതിക്കുള്ള സെലക്ഷൻ റേറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 0.1% വരെ വരുന്ന സെലക്ഷൻ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുക. നമുക്ക് സെലക്ഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ വേക്കൻസി കുറഞ്ഞാലും കൂടിയാലും നമ്മൾ പഠിക്കേണ്ടത് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോവുക. നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് നമ്മുടെ ഡ്രീം അല്ലെങ്കിൽ ഗോൾ വെച്ചിട്ടുള്ളത് ആ പോസ്റ്റ് നേടുക എന്നുള്ളൊരൊറ്റ ചിന്തയിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് നോക്കണമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒപ്പം എഴുതുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നമ്മളൊപ്പം എഴുതുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയുക എന്നുള്ളതാണ്. SSC ആസ്പിറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് ഇയർ NTPC കാൻഡിഡേറ്റ്സും വീണ്ടും അവർ അറ്റൻഡ് ചെയ്യും അല്ലേ. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആ എക്സാം എഴുതാനുള്ള ആൾക്കാർ ഇതാണ്. അപ്പോൾ ഇവരോടൊപ്പം എത്തുക. അതുകൊണ്ടാണ് നമുക്കൊരു ആവറേജ് പ്രിപ്പറേഷനിലേക്ക് പോവരുത് എന്ന് പറയുന്നത്. ഇവരെ ബീറ്റ് ചെയ്യണം. അവർ ചിലപ്പോൾ 2019 വിളിച്ചിട്ടുള്ള പരീക്ഷകൾ തൊട്ട് എഴുതിയിട്ടുള്ള കുട്ടികളുണ്ടാവും. SSC ആസ്പിറൻസ്, SSCGLും CHSLും MTS ഒക്കെ എഴുതുന്ന കുട്ടികളുണ്ടാവും. അവരോടൊപ്പം എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പ്രിപ്പറേഷൻ മതിയോ? ഇല്ല, ഒരു ഫുൾ പ്രിപ്പറേഷൻ തന്നെ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടൊരു ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അത് ഏതൊരു ജോലിയിലായിരുന്നാലും എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ. അല്ലാതെ നമ്മൾ കുറച്ച് പഠിച്ചു, ഞാൻ കുറച്ച് പഠിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാക്സിമം നമ്മൾ പഠിക്കുക. നമ്മൾ അത്രയും മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന കുട്ടിക്ക് മസ്റ്റായിട്ടും നമ്മുടെ ഈ പറയുന്ന ഗവൺമെൻറ് ജോബ് നമുക്ക് കിട്ടിയിരിക്കും. നമ്മളിപ്പോൾ RRB ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി മാത്രം നിങ്ങൾ ടൈം കണ്ടുപിടിച്ച് നിങ്ങൾ പഠിക്കുക. ഇനി എനിക്ക് ഒട്ടും തന്നെ ടൈം കളയാനില്ല, എനിക്ക് അടുത്ത പരീക്ഷ എനിക്ക് എങ്ങനെയെങ്കിലും പിടിക്കണം, എനിക്കിനി വീണ്ടും വർഷങ്ങളോളം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു 5 to 6 months അല്ലെങ്കിൽ 6 to 7 months നമുക്ക് കിട്ടും. ഇത് മാക്സിമം വരെ നിങ്ങൾ പഠിച്ചോളൂ. അടുത്ത് വരുന്ന RRB NTPC ഷുവറായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നവംബർ ടു ഫെബ്രുവരി മാസം വരെ നിങ്ങൾ അതിന് വേണ്ടി കൊടുക്കുക. ഇപ്പം നവംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നവംബർ, ഡിസംബർ, ജാനുവരി, അതായത് നവംബർ ടു ജാനുവരി വരുന്ന ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. നമ്മളെ മെയിൻ എയിം ഇതായിരിക്കണം, നമ്മുടെ കോൺസെപ്റ്റുകൾ ബിൽഡ് ചെയ്യണം, അതുപോലെ നമ്മുടെ ഈ പറയുന്ന ബേസിക്സിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഇതായിരിക്കണം നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ആദ്യം മാത്സ് ആണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇച്ചിരി പാടായിട്ട് വരുന്ന മാത്സ് ആണ്.
അപ്പോൾ മാത്സ് നമുക്ക് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് അവിടെ നമുക്ക് മാത്സ് ചോദിക്കുക? ഒന്ന് അരിത്തമെറ്റിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അഡ്വാൻസ് ലെവൽ എന്ന് പറയുമ്പോൾ ഭയങ്കര രീതിയിലുള്ള അഡ്വാൻസ് ഇല്ല, കുട്ടി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ ഓൾജിബ്ര ലെവലായിരുന്നാലും ട്രിഗണോമെട്രി ലെവലായിരുന്നാലും ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുക. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ റേഷ്യോ, പ്രൊപ്പോർഷൻ, അതുപോലെ ഏജസ്, പാർട്ട്ണർഷിപ്പ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂടാതെ തന്നെ നമുക്ക് എന്താണ് മെൻസുറേഷൻ, അങ്ങനെ വരുന്ന വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് ടോപ്പിക്സ് ഉണ്ട് അരിത്തമെറ്റിക്കിൽ. അപ്പോൾ അരിത്തമെറ്റിക് ആയിരുന്നാലും അഡ്വാൻസ് ആയിരുന്നാലും അതിൻ്റെ ട്രിക്സ് അറിഞ്ഞ് അതിൻ്റെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് അതിൻ്റെ ട്രിക്സ് അറിഞ്ഞ് നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യത്തെ 3 മാസം ഇതിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നമ്മൾ ട്രഡീഷണൽ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്, പക്ഷേ എല്ലാത്തിലും ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യരുത്. ട്രിക്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളിൽ അത് മാറ്റി അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ട്രിക്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ആ ലോജിക്കോടെ വർക്കൗട്ട് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ത്രൂ ഔട്ട് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരും. അങ്ങനെയുള്ളൊരു സ്റ്റഡി ആയിരിക്കണം നിങ്ങളവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്സിൽ അരിത്തമെറ്റിക് ആൻഡ് അഡ്വാൻസ് ലെവൽ വരെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളത് നോക്കിയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റീസണിങ് ആണ്. റീസണിങ്ങിൽ വരുമ്പോൾ നമുക്ക് വെർബൽ റീസണിങ് ആണ് ചോദിക്കുന്നത്, നോൺ വെർബൽ അങ്ങനെ ചോദിക്കാറില്ല. വെർബൽ റീസണിങ്ങിൽ വരുമ്പോൾ കോഡിംഗ്, ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, സീറ്റിംഗ്, ഇത് മാത്രമല്ല ആൽഫ ന്യൂമറിക് സീരീസ് വരും, പിന്നെന്താണ് ഇന്നിക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വരും, അതുപോലെ തന്നെ പസിൽസ് വരും, കൂടെ നമുക്ക് ഡിറക്ഷൻ, ബ്ലഡ് റിലേഷൻ, കൂടാണ്ട് തന്നെ നമുക്ക് വെൻ ഡയഗ്രാം, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ്, അങ്ങനെയുള്ള ഒത്തിരി ടോപ്പിക്ക് നമുക്ക് അതിനകത്ത് വരും. ഇത് സ്കോറിംഗ് ആണ്. റീസണിംഗ് എന്ന് പറഞ്ഞാൽ വൺസ് നിങ്ങൾ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അത് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് മാറും. മാത്സ് അങ്ങനെയല്ല, മാത്സ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, റീസണിങ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നാണ്. പക്ഷേ വൺസ് നമ്മുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോയാൽ തന്നെ നമുക്കത് ധാരാളമാണ്. ഓക്കെ, റീസണിങ്ങിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ളത്. ഓക്കെ, ഇനി അത് ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നമുക്കൊരു ഐഡിയ കിട്ടും, എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 മാസമാണ് നമ്മൾ ഈ സംഭവം പഠിച്ചത് അല്ലേ. 3 മാസം നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു. നവംബർ ടു ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി വരെ നമ്മൾ എന്ത് ചെയ്തു, 3 മാസം പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും അല്ലേ. 3 മാസം കൊണ്ട് നമ്മൾ ബേസിക്സ്, ഈ പറയുന്ന മാത്സ് ആയിരുന്നാലും റീസണിങ് ആയിരുന്നാലും നമ്മൾ ബേസിക്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇനി ഒരാളെ കൂടെ വിട്ടു പോവരുത്, അവെയർനെസ് ഉണ്ട്. അവെയർനെസ് നമ്മൾ പഠിച്ചു പോകണം. അതിൽ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, കമ്പ്യൂട്ടർ, ഇക്കണോമിക്സ്, അതുപോലെ സ്റ്റാറ്റിക് GK. കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് പത്രം വായിച്ചു പോകുന്നൊരു കുട്ടി, അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഒരു 6 to 8 months വരെ വരുന്ന, അല്ലെങ്കിൽ ഒരു വിത്തിൻ 1 year വരെ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ 2025 ന്യൂസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ വർഷം നടന്നിട്ടുള്ള ന്യൂസുകൾ, ഫസ്റ്റ് നടന്നിട്ടുള്ള ന്യൂസുകൾ 2024 ലാസ്റ്റോട്, 2024 അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. 2025 നടന്നിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിലേറ്റീവ് ഫാക്റ്റുകൾ തന്നെയാണ് കറണ്ട് അഫെയറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം വിത്തിൻ 1 year വരുന്ന കറണ്ട് അഫെയർസ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. അത് നമ്മൾ ഈ പറയുന്ന ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതും അതിനൊപ്പം തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി എല്ലാം നമ്മുടെ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ അറിയാമല്ലോ. അത് നമ്മൾ ആദ്യമേ നമ്മളിപ്പോൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഡേ ഉണ്ട്, അല്ലെങ്കിൽ 2 മണിക്കൂർ മാത്സ് പഠിച്ചു, 2 മണിക്കൂർ റീസണിങ് പഠിച്ചു, 2 മണിക്കൂർ ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുക. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ, അതായത് 3 മാസം കൊണ്ട് ഇത് പഠിച്ചു കഴിയും എന്നല്ല, പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് അത് റിവൈസ് ചെയ്ത് ഈ സംഭവങ്ങൾ നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോവാം. മറ്റേത് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ ഇത് പഠിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കറണ്ട് അഫെയർസും കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റിക് GK ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോവുക, റിവിഷൻ നടത്തുക, പുതിയത് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് പഠിച്ച് പോവാം. ഇനി കറണ്ട് അഫെയർസിലാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, സമ്മിറ്റ്, അതുപോലെ ഇക്കണോമിക് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ബുക്സ്, വാർ എക്സസൈസ്, സ്റ്റേറ്റ് പ്ലാനിങ്, ഇങ്ങനെ വരുന്ന കുറേ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒബിച്വറീസ്, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടത് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തു പോകും. ഓക്കെ, ഇതിൽ വൺസ് നിങ്ങൾ കറണ്ട് അഫെയർ ആദ്യമേ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളത് ചെയ്ത് പോയി കഴിഞ്ഞാൽ
നമ്മൾ ആ എക്സാം അടുക്കാറാകുമ്പോൾ നമ്മൾ കറണ്ട് അഫെയർ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യം വരില്ല, നമ്മൾ ഓൾറെഡി അത് കവേർഡ് ആയിരിക്കും. അപ്പോൾ ഒരു വിത്തിൻ 1 ഇയറിലുള്ള കറണ്ട് അഫെയേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നോട്ട് എഴുതി ചെയ്യുകയോ ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതായത് ചെയ്യുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് കളക്ട് ചെയ്ത് പോകാം. ഇപ്പോൾ കറണ്ട് അഫെയർസൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അതായത് ഒരു അമ്പറിലേക്ക് കീഴിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുകയാണ്. ഒരു എന്താണ് ഇഫോർട്ട് പഠിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളവിടെ ചെയ്താൽ മതി. ഈ പറയുന്ന മാത്സിനായിരുന്നാലും അതുപോലെ റീസണിങ്ങിനായിരുന്നാലും ഈ ട്രിക്സ് കാര്യങ്ങളൊക്കെ എല്ലാം ചേർത്തിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ എടുത്തു, ട്രഡീഷണൽ മെത്തേഡോട് യൂസ് ചെയ്യേണ്ട, അപ്പോൾ എങ്ങനെ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ബാച്ചിനകത്ത് പറയുന്നുണ്ട്. ബാച്ചിൽ ഇതെല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ഒരു ഒറ്റ അമ്പറിലേക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ബാച്ചിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. നമുക്ക് വേറൊരിടത്തും എന്താണ് പ്രത്യേകിച്ച് അത് സെർച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് നമ്മുടെ ബേസിക്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ വരെ വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടാവും. അതായത് അതും ആക്യുറസിയോട് കൂടി തന്നെ, ഒരു തെറ്റ് പോലും നമുക്ക് വരുത്താണ്ട് അല്ലെങ്കിൽ തെറ്റുകളുടെ എണ്ണം കുറച്ച് നമുക്ക് ഈസി ടു മോഡറേറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ളൊരു എബിലിറ്റി നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്കത് ഉണ്ടായിരിക്കും. അതാണ് ഈ പറയുന്ന 3 മാസം കഴിയുമ്പോഴുള്ള ഔട്ട്പുട്ട്. അടുത്തൊരു 3 മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കിക്കേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു 3 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് പ്രിലിംസ് സ്കോർ ചെയ്യാം എന്നുള്ള രീതി വരെ എത്തും. പ്രിലിംസ് സ്കോർ ചെയ്യുക, അതായത് ഒരു ആക്യുറസി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 20 to 30% ഇമ്പ്രൂവ് ചെയ്യാനുള്ള കിട്ടും നെക്സ്റ്റ് 3 months എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു എക്സാം ആവാറാവുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു 50% നമ്മൾ കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെറ്റായിരിക്കും. അതായത് പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നത് എന്താണ് CBT 2 പരീക്ഷ വരുന്ന സമയത്ത് മോഡറേറ്റ് ലെവലായിട്ടുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതായത് ഇതേ സെയിം സാധനങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ മാത്സിലൊക്കെ വരുന്ന ഈ സെയിം സാധനങ്ങൾ തന്നെയാണ്, ടോപ്പിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കുറച്ച് മോഡറേറ്റ് ലെവലിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാൻ മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു കറക്റ്റ് നമ്മളൊരു 6 months അല്ലെങ്കിൽ ഒരു 3 months 6 months 9 months ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എന്താണ് RRB NTPC അത് ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നമുക്കത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളത് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ വേക്കൻസി നോക്കുക. ഇപ്രാവശ്യം ഗ്രാജുവേറ്റിന് ഏകദേശം 8000 വേക്കൻസീസും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റിന് ഏകദേശം 3000 വേക്കൻസീസും ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ ആദ്യം ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈസിയിലേക്ക് നിൽക്കൽ മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ എടുത്ത് അത് സോൾവ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞ ഒരു 3 months ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മളത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നമുക്കവിടെ കിട്ടിയിരിക്കുക. അപ്പോൾ നമുക്ക് RRB NTPCയുടെ ഗ്രാജുവേറ്റ് എക്സാം എന്തായാലും നമുക്കൊരു വിത്തിൻ 6 months ഉണ്ടാവും. 6 months ഉണ്ടാവുന്ന പറഞ്ഞാൽ 6 months അതായത് 6 months ഉണ്ടാവും, അങ്ങനെയല്ല 6 months ഉള്ളൂ. അപ്പോൾ ആ 6 മാസത്തിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാജുവേറ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റിനായിരുന്നാലും നമ്മൾ കറക്റ്റ് പ്രിപ്പറേഷൻ കൊണ്ടുപോവേണ്ട എന്താണ് ടൈമാണ്. അവിടെ 1 മാസം പോലും നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈമില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ജൂണിൽ വരുന്ന പരീക്ഷയ്ക്ക് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുക എന്നുള്ളത് വേണം നിങ്ങളിവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിൻ്റെ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ 30 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻട്രിയുടെ സൂപ്പർ 30 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മെൻറ്ററിൻ്റെ കീഴിൽ 30 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവർ ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി നമ്മുടെ RRB NTPCയിലേക്ക് എന്താണ് കൊണ്ടെത്തിക്കുക അല്ലെങ്കിൽ RRB NTPC ക്രാക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും നമ്മുടെ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്തോളൂ. കാരണം ലിമിറ്റഡ് ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു മെൻറ്ററിന് അണ്ടറിൽ 30 സ്റ്റുഡൻസേ ഉണ്ടാവുള്ളൂ. ആ 30 സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടായിരിക്കും. അവരുടെ വീക്ക് ഏരിയാസ് അനുസരിച്ച് സ്പെഷ്യൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത്
എക്സാംസിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ സെറ്റ് ചെയ്യുക, അവരെ അനലൈസ് ചെയ്ത് അവരെങ്ങനെയൊക്കെ നമുക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കി കറക്റ്റായിട്ട് അത് എന്താണ് ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിൻ്റെ റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒത്തിരി സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് തന്നെ നമ്മുടെ സൂപ്പർ 30 ബാച്ചിൻ്റെ ഒരു സക്സസ് ആണ്. അപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഈ ഒരു ബാച്ചിലേക്ക്. ഈ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എൻട്രിയുടെ SSC RRB ഈ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന SSC ന്യൂസുകളായിരുന്നാലും റെയിൽവേ ന്യൂസുകളായിരുന്നാലും ഒക്കെ അതിന് റിലേറ്റഡ് വരുന്ന ന്യൂസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എന്താണ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, ഒരു ഓപ്പർച്യൂണിറ്റി പോലും നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെയും താങ്ക് യു, ബൈ.